നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പുലർച്ചെ 2 മണിക്കാണ് പോലീസ് തെളിവെടുപ്പിനായി സുനിയെ കൊണ്ടുപോയത്. നടിയുമായി കാറിൽ സഞ്ചരിച്ച സ്ഥലങ്ങളിലായിരുന്നു തെളിവെടുപ്പ്. അതേസമയം ആക്രമണം കൊട്ടേഷൻ ആണെന്ന ആരോപണം പൾസർ സുനി തള്ളിക്കളഞ്ഞു. നടിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയാണ് കൊട്ടേഷനാണ് എന്ന് പറഞ്ഞതെന്നാണ് സുനിയുടെ മൊഴി. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി സമീർ വഴങ്ങോട് ചേരുന്നു. സമീർ, തെളിവെടുപ്പിനായി പ്രതി എവിടെയൊക്കെയാണ് കൊണ്ടുപോയത്? ഈ മുൻ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും പൾസർ സുനി? അരുൺ, നടിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി 2:30യോടുകൂടിയാണ് മുഖ്യപ്രതിയായിട്ടുള്ള പൾസർ സുനിയെയും കൊണ്ട് അന്വേഷണ സംഘം തെളിവെടുപ്പിനായി കൊണ്ടുപോയത്. ഇവിടെ നിന്ന് പ്രതി പറഞ്ഞ പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം തന്നെ ഇന്നലെ രാത്രിയോടെ തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി. ഇതിൽ പ്രധാനമായും ആലുവയിൽ നിന്ന് ഇറങ്ങി പാലാരിവട്ടത്തും അതോടൊപ്പം തന്നെ കാക്കനാട്, വെണ്ണല എന്നിവിടങ്ങളിലും അതോടൊപ്പം ഹൈക്കോടതിക്ക് അടുത്തുള്ള കോമ്പാറ ജംഗ്ഷൻ എന്നിവിടങ്ങളിലുമാണ് പ്രധാനമായും തെളിവെടുപ്പ് നടത്തിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെണ്ണലയിലെ ഗോൾഡ് സൂക്ക് എന്ന സ്ഥാപനത്തിന്റെ തൊട്ട് എതിർഭാഗത്തായിട്ട് വരുന്ന ഓടയിലാണ് ഈ ദൃശ്യങ്ങളടങ്ങിയ മൊബൈൽ ഫോൺ ഉപേക്ഷിച്ചത് എന്നാണ് പ്രതി പൾസർ സുനി പോലീസിന് നൽകിയ മൊഴി. ഇതേ തുടർന്ന് ഇവിടെ ഈ ഓടയിൽ വിശദമായി പോലീസ് സംഘം പരിശോധന നടത്തി. എന്നാൽ മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒന്നും തന്നെ ഈ ഓടയിൽ നിന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഈ മൊബൈൽ ഫോണിലാണ് ദൃശ്യങ്ങളുള്ളത് എന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. അതുകൊണ്ട് തന്നെ ആ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി പോലീസിന് മുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നടിയെ അപമാനിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് അതോടൊപ്പം തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തതിന് വേണ്ടിക്കൊണ്ട് ഫോട്ടോ എടുക്കുകയും അതോടൊപ്പം തന്നെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ കണ്ടെടുക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോൾ തുടരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതിയെയും കൊണ്ട് കാക്കനാട്, പാലാരിവട്ടം ഭാഗങ്ങളിലും പ്രധാനമായും തെളിവെടുപ്പ് നടത്തി. ഇതിൽ വാഹനം ഉപയോഗിച്ച തമ്മനം ഭാഗത്തായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം ഉപേക്ഷിച്ചത്. ഈ ഭാഗങ്ങളിലെത്തിക്കൊണ്ടും പോലീസ് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ഇന്നലെ രാത്രി ലഭ്യമായിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇന്നലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസ് അന്വേഷണ സംഘം പ്രധാനമായി നോക്കിയിരുന്നത് ഈ പ്രതി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ അത് കണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യം ഇന്നലെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ പ്രതിയെ പൾസർ സുനിയെയും അതോടൊപ്പം തന്നെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള വിജീഷിനെയും പോലീസ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ ആലുവ പോലീസ് ക്ലബ്ബിലാണ് പ്രതികൾ രണ്ടുപേരുമുള്ളത്. ഇവിടെ ADGP അടക്കമുള്ള പ്രമുഖർ എത്തിക്കൊണ്ട് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നു. ഇന്നലെ 1 മണിയോടുകൂടെയാണ് ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് പ്രതികളെ കൊണ്ടുവന്നത്. അതിനുശേഷം നിരന്തരം ചോദ്യം ചെയ്യുകയും അതിനുശേഷമാണ് രാത്രി 2:30യോടുകൂടെ പുറത്തേക്കിറക്കി തെളിവെടുപ്പിനായി കൊണ്ടുപോവുകയും ചെയ്തത്. പ്രതിയെ പുറത്തിറക്കാതെ ഈ സംഭവങ്ങളെ സംബന്ധിച്ച് പ്രതി നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുകയും തെളിവ് ശേഖരിക്കുകയുമാണ് അന്വേഷണ സംഘം ചെയ്തത്. ഇന്നും ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രതി നൽകിയ മൊഴിയിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയത് എന്നുള്ള ഒരു കുറ്റസമ്മതം നടത്തുകയാണ് പ്രതി ചെയ്തിരിക്കുന്നത്. പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആർക്കും പങ്കില്ല. ഒരു കൊട്ടേഷൻ ആണ് എന്നത് താൻ തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, നടിയെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാണ് എന്നാണ് സുനി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ പൂർണ്ണമായും ഇക്കാര്യം പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടില്ല. പ്രതിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. മറ്റാരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് പോലീസിന് സംശയമുള്ളത്. പ്രത്യേകിച്ചും ഈ നേരത്തെ പിടിയിലായിട്ടുള്ള മണികണ്ഠൻ പോലീസ് നൽകിയിരുന്നത് ഒരു സ്ത്രീയാണ് ഈ കൊട്ടേഷൻ പിന്നിൽ എന്ന് സുനി തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു. സമാനമായ രീതിയിൽ ഒരു സ്ത്രീയാണ് തനിക്ക് കൊട്ടേഷൻ തന്നിട്ടുള്ളത് എന്നും തന്നോട് സഹകരിക്കണം എന്നുള്ള കാര്യവും സുനി പറഞ്ഞതായി നടിയും പോലീസിന് മൊഴി നൽകിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഇതിന് പിന്നിൽ ആരോ ഉണ്ടോ എന്നുള്ള ഒരു സംശയം ബലപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സംശയം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് ആ സംശയ നിവാരണത്തിന് വേണ്ടിക്കൊണ്ട് പ്രതിയെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് തന്നെ ആലുവ മജിസ്ട്രേറ്റ് മുന്നിലേക്ക് പ്രതികളെ കൊണ്ടുപോകും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോവുക. ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ന് 24 മണിക്കൂർ പൂർത്തിയാകും മുമ്പ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. ഇന്ന് കോടതി അവധിയായതിനാൽ ശിവരാത്രി ആയതുകൊണ്ട് ഒഴിവാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതി അവധിയാണ്. അതുകൊണ്ട് ഇന്ന് മജിസ്ട്രേറ്റ് മുന്നിലായിരിക്കും ഹാജരാക്കുക. വൈകാതെ തന്നെ ആലുവ മജിസ്ട്രേറ്റിൽ മുന്നിൽ ഹാജരാക്കും. തുടർന്ന് പ്രതികളെ റിമാൻഡ് ചെയ്യും. എന്തായാലും അതിനുശേഷം ഇപ്പോഴും പ്രതികളെ കൊണ്ടുപോകുന്നതിന് മുന്നോടിയായിട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോഴും ഈ ആലുവ പോലീസ് ക്ലബ്ബിൽ പുരോഗമിക്കുന്നത്. അരുൺ, സമീർ, ഈ പൾസർ സുനി പറഞ്ഞത് കേൾക്കുക മാത്രമാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ചെയ്തത്. അതിനുശേഷം അന്വേഷണ സംഘത്തിന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായ ചോദ്യം ചെയ്യൽ എന്നതായിരുന്നു പദ്ധതി. അതാണോ നടക്കുന്നത് നിലവിൽ? പ്രതി നൽകിയ മൊഴികളിൽ ഒരു കുറ്റസമ്മതം മാത്രമാണ് ഉള്ളത്. താൻ മാത്രമാണ് ഈ സംഭവങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകിയത്, തനിക്ക് പിന്നിൽ ആരുമില്ല, ഒരു കൊട്ടേഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് അത് താൻ തന്നെ ഒരു കള്ളമായി പറഞ്ഞതാണ്, തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്നാണ് പൾസർ സുനി പോലീസ് നൽകിയിരിക്കുന്ന മൊഴി. ആ ഒരു സാഹചര്യത്തിൽ
അത് പൂർണ്ണമായും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ അന്വേഷണം നടന്ന വേളയിൽ നേരത്തെ പിടിയിലായ മാർട്ടിൻ, അതോടൊപ്പം തന്നെ തമ്മനം സലീം, പ്രദീപ്, ഇവരെല്ലാം വിശദമായി പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഒപ്പം മണികണ്ഠന്റെ മൊഴികളും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലെല്ലാം തന്നെ ഇതിന് പിന്നിൽ ഒരു മാസം നീണ്ടുനിന്ന ഗൂഢാലോചന ഉണ്ട് എന്നുള്ള ഒരു സംശയം ബലപ്പെട്ടിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സുനി മാത്രം വിചാരിച്ചാൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം, അതും രാത്രി ഈ നടി സഞ്ചരിക്കുന്ന വേളയിൽ അവരെ ആലുവയിൽ നിന്ന് അത്താണിയിൽ നിന്ന് കൂടെ കൊണ്ടുവരുന്നതിനും അതോടൊപ്പം തന്നെ കാക്കനാട് അവരെ ഇറക്കുന്നത് വരെയുള്ള സംഭവങ്ങൾക്ക് ഒരാൾ മാത്രം നേതൃത്വം നൽകിയാൽ അത് ഉണ്ടാവാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സുനിയെയും അതോടൊപ്പം തന്നെ വിജീഷിനെയും മാറി മാറി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്നതിന് മുമ്പ്, ഇന്ന് മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുന്നതിന് മുമ്പ് പ്രതികളെ അന്വേഷണത്തിന് ചുക്കാൻ പിടിക്കുന്ന ADGP സന്ധ്യ അടക്കമുള്ളവരാണ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇനി കണ്ടെടുക്കാനുള്ള തെളിവുകൾക്ക് വേണ്ടിയുള്ള കാര്യവും പോലീസ് ചോദിച്ചറിയുന്നു. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. ഈ മൊബൈൽ ഫോണിലാണ് ഈ ദൃശ്യങ്ങൾ ഉള്ളത് എന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. അത് ഉപേക്ഷിച്ചു എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ അത്തരത്തിൽ ഉപേക്ഷിച്ച് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം പ്രതി പറഞ്ഞ ഇടങ്ങളിലെല്ലാം തന്നെ ഇന്നലെ രാത്രി പ്രത്യേക സംഘം ഈ പ്രതിയുമായി എത്തുകയും അവിടങ്ങളെല്ലാം തന്നെ ഈ ഓട മുഴുവനായും പരിശോധിക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോണോ മറ്റ് ഇലക്ട്രോണിക് ഉപകരണമോ ഒന്നും തന്നെ അവിടുന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ ഒരു സാഹചര്യത്തിൽ പ്രതി ഈ മൊബൈൽ ഫോൺ മറ്റെവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളടങ്ങിയ ഈ മൊബൈൽ ഫോൺ കണ്ടെടുക്കണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ പ്രതിയിൽ നിന്ന് ചോദിച്ചറിയുന്നത്. രണ്ടുപേരെയും മാറി മാറിയാണ് ചോദ്യം ചെയ്യുന്നത്. പൾസർ സുനിയെ ഒരിടത്തും വിജീഷിനെ മറ്റൊരിടത്തുമായാണ് ചോദ്യം ചെയ്യുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. അരുൺ, സമീർ വഴങ്ങോടാണ് വിവരങ്ങൾ നൽകിയത്. പൾസർ സുനിയെ ചോദ്യം ചെയ്യാണ്. രാവിലെ തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു പോലീസ്.